റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എംഎൽഎമാർക്ക് 2 ടേം എന്ന നിബന്ധന മാറ്റാൻ സിപിഐഎം. തുടർച്ചയായി 2 തവണ എംഎൽഎമാരായവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം തിരുത്തിയേക്കും. ഭരണ തുടർച്ച ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ. ടേം നിബന്ധന കർശനമാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെ 25 പേർ മാറി നിൽക്കേണ്ടി വരും. റഹീസ് റഷീദും PR സുനിലും ചേരുന്നു. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ഇന്നലെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുമായി ചോദിച്ചപ്പോൾ ഈ 2 ടേം നിബന്ധനയെ പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 2 ടേം നിയമസഭയിലേക്ക് മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന് കഴിഞ്ഞ തവണ എടുത്ത തീരുമാനത്തിൽ മാറ്റം വരുത്താൻ CPM ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിക്കകത്ത് സജീവമായി നടക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നതാണ് പാർട്ടിയുടെ മുന്നിലുള്ള ഇനിയുള്ള ലക്ഷ്യം. ആ ഒരു സാഹചര്യത്തിൽ 2 ടേം ആയതുകൊണ്ട് ചില ആളുകൾ മാറിയാൽ ആ മണ്ഡലത്തിൽ വിജയിക്കുക അസാധ്യമായിരിക്കും, അല്ലെങ്കിൽ വലിയ അഗ്നിപരീക്ഷണമായിരിക്കും. അതുകൊണ്ട് ടേം മാറ്റുന്ന കാര്യത്തിൽ ഉള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. അങ്ങനെ നിലവിൽ 2 ടേം അനുസരിച്ച് 25 CPM MLA-മാർ മാറേണ്ടി വരും. അതിൽ മന്ത്രിസഭയിൽ തന്നെ 4 പേരുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, വീണ ജോർജ് ഉണ്ട്, സജി ചെറിയാനുണ്ട്, മാനന്തവാടി MLA ആയ OR കേളു ഉണ്ട്, തലശ്ശേരിയിൽ നിന്നുള്ള സ്പീക്കറായ AN ഷംസീർ ഉണ്ട്. ഒപ്പം കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായ 5 പേർ, KK ശൈലജ, TP രാമകൃഷ്ണൻ LDF കൺവീനർ കൂടിയാണ് അദ്ദേഹം, ഒപ്പം AC മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ, MM മണി, ഈ 5 പേർ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ആളുകൾ മാറേണ്ടി വരും. മറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം MLA-മാർ മാറേണ്ടത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും. നേരത്തെ പറഞ്ഞ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ മാറേണ്ടി വരും.